ഹലോ, ഇന്ന് ഞങ്ങളുടെ ഒരു സാറ്റർഡേ ഔട്ടിംഗ് ആണ്. ആക്ച്വലി ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് പൊന്മുടിയിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഹസ്ബൻഡ് ഇറങ്ങി പോകുന്ന വഴി തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും പഠിച്ച കോളേജ് ഉള്ളത്. അപ്പോൾ അവിടെ കൂടെ ഒന്ന് കയറിയിട്ട് പോയാലോ എന്നിങ്ങനെ പറയും. അപ്പോൾ എൻ്റെ മനസ്സിൽ പോയപ്പോൾ ഓക്കെ ഒന്ന് കണ്ടേക്കാം എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിലിരുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കങ്ങനെ ഒരുപാട് അങ്ങ് കോളേജ് മിസ് ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കോൺടാക്റ്റ് ഉണ്ട്, ടീച്ചേഴ്സായിട്ടൊക്കെ കോൺടാക്റ്റ് ഉണ്ട്. പക്ഷേ എന്നാലും എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ കോളേജ് കാണണം എന്നുള്ളൊരു മിസ്സിങ് ഇല്ല. പക്ഷേ ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഇടയ്ക്ക് ഗെറ്റ് ടുഗദറൊക്കെ വെച്ച് വന്ന് കണ്ട് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഇത് കളയണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനും പോയി. പക്ഷേ എനിക്കിങ്ങനെ എൻ്റർ ചെയ്ത് എൻ്റെ ബസ് ബേ ഒക്കെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ ആ ഒരു ടൈമിനെ പറ്റി ഇങ്ങനെ ഓർത്ത് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ സംസാരിച്ച് നിൽക്കുന്നതും ബസ്സിൽ കയറാൻ പോകുന്നതിന് മുന്നേ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതും അങ്ങനെയൊക്കെ കുറച്ച് ഇത്. അപ്പോൾ എന്നെ ഓരോരുത്തർ കളിയാക്കുന്നതും ഒക്കെ എനിക്കിങ്ങനെ അന്ന് സീരിയലൊക്കെ ചെയ്യുന്നുണ്ട് നടി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. പക്ഷേ എന്നാലും അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അയ്യോ എനിക്ക് മിസ്സ് ചെയ്യുന്നതെന്ന് തോന്നി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ ഗണപതി. നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ആദ്യം കാണാൻ പറ്റുന്നത് ഗണപതിനെയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ മിസ്സിങ് ഒന്നും. പക്ഷേ ഞാൻ ഈ ബിൽഡിങ്ങിൽ കയറി ഈ കോറിഡോറിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിലൊക്കെ ഇങ്ങനെയൊന്ന് മൊത്തത്തിലൊരു ആടി ഉലച്ചിലായിരുന്നു. അപ്പോഴാണ് ഈ ഞങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു 4th ഇയറിൽ. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ സഫ്ന അലീനയും കൂടെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യാൻ ഇതാണോ മിസ്സിങ്, ഇതാണോ എല്ലാവർക്കും തോന്നുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് ഞാൻ ഈ ക്ലാസ് റൂമിനകത്തോട്ട് കയറിയപ്പോഴാണ്. എൻ്റെ 1st ഇയറിലെ ക്ലാസ് റൂമായിരുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിലൂടെ കുറേ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക്സ് ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. അയ്യോ എൻ്റെ ക്ലാസ് റൂം, ഞങ്ങൾ ഇരുന്ന ബെഞ്ചസ്, ഞാൻ ഓടിപ്പോൾ എല്ലാ ബെഞ്ചിലും ഇങ്ങനെ ഓടി നോക്കി ഞങ്ങളുടെയൊക്കെ പേരെഴുതി എന്തെങ്കിലും അവിടെ എങ്ങാനും വൈമു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താണ് ആ ഫീൽ എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞങ്ങളിങ്ങനെ ഞങ്ങൾ നടക്കുന്ന സ്ഥലമാണ്, ഞങ്ങളുടെ സ്റ്റോർ റൂമിലേക്ക് പോകുന്ന സ്ഥലമാണ്, ഇത് ഞങ്ങളുടെ ക്യാൻറ്റീനാണ്. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് മോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, അമ്മ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വെച്ചിട്ടാണോ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചതാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല. ഹസ്ബൻഡ് എന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ കാണുന്നത് മിക്കവാറും ക്യാൻറ്റീനോ ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, 3 വർഷത്തിന് ശേഷം നമ്മൾ നമുക്ക് ഒരുമിച്ചിരുന്നൊരു ചായ കുടിക്കാനൊന്നും അന്ന് പറ്റിയിട്ടില്ല. അപ്പോൾ 3 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ടിരുന്ന് ചായയൊക്കെ കുടിച്ച് സംസാരിക്കാൻ പറ്റുന്നത്. ലക്കിലി അന്ന് ക്യാൻറ്റീൻ ഓപ്പൺ ആയിരുന്നു. അങ്ങനെ നല്ലൊരു ഹാപ്പി ഡേ ആയിട്ട് അത് മാറി. എനിക്ക് ആ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.